ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചന മസാലയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊരു 50 ഗ്രാം വെള്ളക്കടലയാണ്. ഇത് നമുക്ക് കുതിർത്ത ശേഷം വേവിച്ചെടുക്കണം. ചിക്കൻ കഷ്ണങ്ങളിൽ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിനി നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു 12-13 കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവയാണ് ഞാനിപ്പോൾ അരപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് നന്നായിട്ട് വഴറ്റിയ ശേഷം മിക്സിയിലിട്ടൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ റെസിപ്പിയിൽ ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചിക്കനിൽ നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. അതിനാൽ അതിൻ്റെ ഒരു പുളിപ്പ് ചിക്കനിലോട്ട് ഇറങ്ങുന്നതാണ്. അതിനാൽ നമുക്ക് തക്കാളിയുടെ ആവശ്യമേ ഇല്ല. ഇനി ഒരു പകുതി കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യുക. ഇത് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. ഇത് നമുക്കൊരു ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. ഇത് കൂടി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട. നമ്മൾ നേരത്തെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഇനിയൊന്ന് മൂടി വേവിക്കാം. ഇനിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് മൂടി വേവിക്കണം. വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചിക്കനും കടലയും ക്യാപ്സിക്കവും ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കറിയും നല്ല കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് ചപ്പാത്തിയോടും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പിയെല്ലാം ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.